ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ എന്നത്തെയും പോലെ തന്നെ ഞാൻ എടുത്തൊരു ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 4.6 RRൻ്റെ ട്രേഡാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എടുത്തേക്കുന്നത് സോൾ USDTയുടെ പെർപെച്വൽ ചാർട്ട് 50 മിനിറ്റ് ബാലൻസ് ചാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രേഡ് എടുത്തിട്ടുള്ളത് ഇവിടെ ഞാൻ വരുന്ന സമയത്ത് റീസെൻ്റായിട്ട് നമുക്കിവിടെ ഒരു ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ട്, 50 മിനിറ്റിലത്തെ ബ്രേക്ക് സ്ട്രക്ചർ. ഓക്കെ, നമുക്കൊരു സ്വിങ് ഹൈ ഉണ്ട്. ദെൻ ഇവിടെ നിൽക്കുന്ന ഒരു ലിക്വിഡിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഞാൻ വരുന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ഞാൻ വരുന്നത്, ചാർട്ട് നോക്കണത്. ഓക്കെ, അതിനുശേഷം ഫിബ് വരച്ചു. ദെൻ ഏരിയ ഓഫ് ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടു. നമുക്കൊരു ഡിസ്കൗണ്ട് ഏരിയയിലാണ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. ദെൻ 5 മിനിറ്റിൽ ഇവിടെ ഒരു പ്രൈസ് നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഒരു 5 മിനിറ്റ് നമുക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു MSS തന്നിട്ടുണ്ട്, മാർക്കറ്റ് ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം എനിക്ക് ഇവിടെയാണ് എൻട്രി വരേണ്ടത്, ഈ ഒരു ഏരിയയിലാണ് എൻട്രി വരുന്നത്. പക്ഷേ എനിക്ക് ഇവിടെ എൻട്രി എടുക്കാൻ പറ്റില്ല, ഞാൻ ഓൾറെഡി ഈ ഒരു ഏരിയയിൽ നിന്നാണ് വരുന്നത്, ഞാൻ ശരിക്കും ചാർട്ടിലേക്ക് കയറുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു 5 മിനിറ്റിലൂടെ ഒരു ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ട്. ദെൻ ഇവിടെയുള്ളൊരു ഓർഡർ ബ്ലോക്കിലാണ് ഞാൻ എന്ത് ചെയ്തത്, എൻട്രി എടുത്തത്. ഈ ഒരു ഏരിയയിൽ നിന്നാണ് എന്ത് ചെയ്തത്, എൻട്രി എടുത്തത്. ഓക്കെ, 5 മിനിറ്റ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ദെൻ അതിനുശേഷം 1 മിനിറ്റിൽ നമുക്കൊരു മാർക്കറ്റ് ഷിഫ്റ്റ് ഈ നിൽക്കുന്നൊരു ഹൈ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റ് മാർക്കറ്റ് ഷിഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ എൻട്രി വെച്ചിട്ടുള്ളത് ഈ ഒരു FEGയിലാണ് എന്ത് ചെയ്തത് വെച്ചത്. പോരാത്തതിൽ നമുക്കിവിടെ ഒരു സത്യം പറഞ്ഞൊരു ബ്രേക്കർ ബ്ലോക്ക് ഉണ്ട്. ഞാൻ പക്ഷേ FEGയുടെ സ്റ്റാർട്ടിങ്ങിലാണ് എന്ത് ചെയ്തത്, എൻട്രി വെച്ചത്. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഒരു ബ്രീത്തിങ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് എന്ത് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വോളിയം കുറവായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കൺസൾട്ടേഷനൊക്കെ ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് എന്ത് ചെയ്ത് കയറിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിലാണ് ടേക്ക് പ്രോഫിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 4.6 എന്നുള്ള രീതിയിൽ. ദെൻ ഈ ഒരു ട്രേഡ് ഓൾമോസ്റ്റ് എൻ്റർ ആയതിന് ശേഷം ഒരു 2 ഹവേഴ്സിൻ്റെ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ട്രേഡ് കംപ്ലീറ്റ് ആവാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ മാത്രം ഓൾമോസ്റ്റ് ഒരു 1 മണിക്കൂറോളം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഏരിയയിൽ മാത്രം നിന്ന്, കാരണം വോളിയം കുറവായിരുന്നു. അതിനുശേഷം ആണ് വോളിയം വന്നിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡ്. ഇതിപ്പോൾ കുറച്ച് ഈ ഒരു ടൈമോട് കൂടിയിട്ട് 4:22 ടൈമോട് കൂടിയിട്ട് എന്ത് ചെയ്തു, ട്രേഡ് ക്ലോസ് ആയി. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. കുറച്ച് ദിവസമായിട്ടുണ്ട് വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ട്, നോട്ടെ കണ്ടിന്യൂസ് വീഡിയോസ് ഇടാൻ മാക്സിമം ഞാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.